ബ്രസീലിനെ തോൽപ്പിച്ച് കിരീടം ചൂടി ഇന്ത്യ. ഈ വാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ക്രിക്കറ്റോ ഹോക്കിയോ അങ്ങനെ ഇന്ത്യക്ക് വഴങ്ങുന്ന എന്തെങ്കിലും കളിയായിരിക്കും. അതിൽ ഇന്ത്യ ജയിക്കുന്നതിൽ അസ്വാഭാവികത ഒന്നും തന്നെയില്ല. എന്നാൽ സംഗതി ഫുട്ബോൾ തന്നെയാണ്. ഫുട്ബോളിൽ ബ്രസീലിനെ തോൽപ്പിക്കുകയോ സ്വപ്നത്തിൽ പോലും നടക്കാത്ത കാര്യം. എന്നാൽ ഇന്ത്യൻ കുട്ടിക്കൂട്ടം ബ്രസീലിനെയും മറ്റ് യൂറോപ്യൻ ശക്തികളെയും തോൽപ്പിച്ച് ഗോത്തിയ ഫുട്ബോൾ ടൂർണമെന്റിൽ കിരീടം ചൂടിയിരിക്കുന്നു. ഇന്ത്യയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് നിറം പകർന്നുകൊണ്ട് ഈ കുട്ടിക്കൂട്ടം വളരും. 2034 വേൾഡ് കപ്പിൽ ഇന്ത്യ പങ്കെടുക്കും, ഇത് തീർച്ച. അടുത്ത കാലത്ത് ഇന്ത്യ ഫുട്ബോളിൽ നടത്തിയ അത്ഭുതാവഹമായ മുന്നേറ്റങ്ങളെ കുറിച്ചും ഫുട്ബോളിന് ഉടലും ഉയിരും നൽകി അക്ഷീണം പ്രയത്നിക്കുന്ന രഞ്ജിത്ത് ബജാജ് എന്ന മനുഷ്യനെ കുറിച്ചും ഇന്ന് നമുക്ക് വിശദമായി സംസാരിക്കാം. സ്വപ്നങ്ങൾ കാണാൻ പോലും ഭയന്നിരുന്ന ഒരു രാജ്യത്തെ ആഗോള ഫുട്ബോളിന്റെ വമ്പൻ വേദികളിൽ മാറ്റുരയ്ക്കാൻ പ്രാപ്തരാക്കുന്ന ഒരു വിപ്ലവത്തിനാണ് നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ലോക ഫുട്ബോളിലെ തറവാടികളായ ബ്രസീലിനെയും ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും ഒക്കെ അവരുടെ സ്വന്തം തട്ടകങ്ങളിൽ ചെന്ന് അടിച്ചമർത്തിക്കൊണ്ട് നമ്മുടെ കൊച്ചുമിടുക്കന്മാർ സ്വീഡനിലും ഫിൻലാൻഡിലും ഇന്ത്യൻ ത്രിവർണ പതാക പാറിച്ചിരിക്കുന്നു. അത് വെറുമൊരു കപ്പുയർത്തൽ മാത്രമായിരുന്നില്ല, മറിച്ച് ദശാബ്ദങ്ങളായി യൂറോപ്യൻ ലാറ്റിൻ അമേരിക്കൻ ശക്തികൾ ഭരിച്ച ഫുട്ബോൾ ലോകത്തേക്ക് ഇന്ത്യ നടത്തുന്ന അതിശക്തമായ ഒരു കടന്നുവരവിന്റെ വ്യക്തമായ പ്രഖ്യാപനമായിരുന്നു. സ്വീഡനിൽ നടന്ന ഗോത്തിയ കപ്പ് 2026 അണ്ടർ 12 കാറ്റഗറിയിൽ തങ്ങളുടെ കിരീടം നിലനിർത്തിക്കൊണ്ട് മിനർവ അക്കാദമി FC ആഗോള തലത്തിൽ വീണ്ടും ചരിത്രം കുറിച്ചിരിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഫിൻലൻഡിൽ നേടിയ ഹെൽസിങ്കി കപ്പിന് പിന്നാലെയാണ് മിനർവ ഗോത്തിയ കപ്പും നേടി തങ്ങളുടെ അപൂർവ യൂറോപ്യൻ ഡബിൾ തികച്ചത്. ടൂർണമെന്റിലുടനീളം കളിച്ച 8 മത്സരങ്ങളിൽ 8ലും വിജയം നേടി എതിരാളികളുടെ വലയിലേക്ക് 86 ഗോളുകൾ അടിച്ചുകൂട്ടി. ഫൈനലിൽ ഫുട്ബോളിന്റെ രാജാക്കന്മാരായ ബ്രസീലിനെ തകർത്തു വിട്ട് ഇന്ത്യ ചാമ്പ്യന്മാരായപ്പോൾ തകർന്നു തുടങ്ങിയത് ഇന്ത്യക്കാർക്ക് ഫുട്ബോൾ വഴങ്ങില്ല എന്ന അപ്രഖ്യാപിത സത്യമാണ്. യൂറോപ്യൻ വമ്പന്മാരുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ട്രോഫികൾ ഒന്നൊന്നായി സ്വന്തമാക്കി മുന്നേറുന്ന ഈ കുട്ടിപ്പട്ടാളത്തിന്റെ കാലടികളിൽ നാം കാണുന്നത് ഒരു പുതിയ ഇന്ത്യയാണ്. 2034 നടക്കാനിരിക്കുന്ന ഫിഫ ലോകകപ്പിലേക്ക് ഇന്ത്യ യോഗ്യത നേടുമോ എന്ന ചോദ്യത്തിന് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ അതെ എന്ന് ഉത്തരം പറയാൻ ഇന്ന് നമുക്ക് ധൈര്യം നൽകുന്നത് ഈ വിജയങ്ങളാണ്. കളിയിലെ കായിക ശേഷിയും തന്ത്രങ്ങളും മാത്രമല്ല, നെഞ്ചുറപ്പും പോരാട്ട വീര്യവുമാണ് ഈ കൗമാര സംഘം ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്. ഈ ചരിത്രപരമായ മാറ്റത്തിന് പിന്നിൽ ഒരൊറ്റ മനുഷ്യന്റെ ഉറച്ച നിശ്ചയദാർഢ്യവും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമുള്ള ഒരു സ്ഥാപനവുമുണ്ട്. ആ പേരാണ് രഞ്ജിത്ത് ബജാജ്. ആ സ്വപ്ന കൂടാരമാണ് മിനർവ അക്കാദമി. വടക്കേ ഇന്ത്യയിലെ ചണ്ഡീഗഡ് കേന്ദ്രീകരിച്ച് ഒരു കൊച്ചു പരിശീലന കേന്ദ്രമായി തുടങ്ങിയ മിനർവ ഇന്ന് ഇന്ത്യൻ ഫുട്ബോളിന്റെ ലോകോത്തര ഫാക്ടറിയായി മാറിയത് ഒരു അത്ഭുത കഥ പോലെയാണ്. മുൻ കായിക താരവും കടുത്ത ഫുട്ബോൾ പ്രേമിയുമായ രഞ്ജിത്ത് ബജാജ് തന്റെ സ്വന്തം സമ്പാദ്യവും ജീവിതവും മുഴുവനായി ഈ കളിക്കളത്തിലേക്ക് മാറ്റിവെച്ചപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിന് ലഭിച്ചത് അതുവരെ ലഭിക്കാത്ത ഒരു പുതിയ സിസ്റ്റമായിരുന്നു. പണമുള്ളവർക്ക് മാത്രം കളിക്കാൻ സാധിച്ചിരുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്ന് മാറി ഇന്ത്യയുടെ ഗ്രാമാന്തരങ്ങളിൽ നിന്ന് യഥാർത്ഥ കഴിവുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് മികച്ച പരിശീലനവും താമസവും ഭക്ഷണവും വിദ്യാഭ്യാസവും സൗജന്യമായി നൽകാൻ അദ്ദേഹം തയ്യാറായി. നോർത്ത് ഈസ്റ്റിലെ മലനിരകളിൽ നിന്നും പഞ്ചാബിലെ ഗ്രാമങ്ങളിൽ നിന്നും കേരളത്തിലെ തീരദേശങ്ങളിൽ നിന്നുമൊക്കെ അദ്ദേഹം വേർതിരിച്ചെടുത്ത മുത്തുകളാണ് ഇന്ന് യൂറോപ്പിൽ പോയി ലോകത്തെ വിറപ്പിക്കുന്നത്. തോൽക്കാൻ പാടില്ലാത്ത മനസ്സ് കളിക്കളത്തിൽ കാണിക്കണമെന്ന് കുട്ടികളെ പഠിപ്പിച്ച രഞ്ജിത്ത് ബജാജ് വെറും ഒരു പരിശീലകനല്ല, മറിച്ച് ഈ കുട്ടികളുടെ എല്ലാം രക്ഷിതാവും വഴികാട്ടിയുമാണ്. ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രം പരിശോധിച്ചാൽ മിനർവ അക്കാദമിയുടെ വിപ്ലവം എത്രത്തോളം വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. 2018 ഇന്ത്യൻ ഫുട്ബോളിന്റെ പരമോന്നത ലീഗായ ഐ ലീഗ് കിരീടം മിനർവ അക്കാദമി പഞ്ചാബ് നേടി ഞെട്ടിച്ചതാണ് ഇതിന്റെ തുടക്കം. വൻകിട കോർപ്പറേറ്റ് ടീമുകളെയും പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കൊൽക്കത്തയിലെ ഭീകരന്മാരെയും കാറ്റിൽ പറത്തിയാണ് രഞ്ജിത്ത് ബജാജിന്റെ സംഘം അന്ന് രാജ്യത്തിന്റെ ചാമ്പ്യന്മാരായത്. അന്ന് തുടങ്ങിയ ആ വിജയയാത്ര ഇന്ന് ഇന്ത്യയിലെ വിവിധ ദേശീയ ടീമുകളിലേക്ക് കളിക്കാരെ സംഭാവന ചെയ്യുന്ന പ്രധാന സ്രോതസ്സായി മിനർവയെ മാറ്റിയിരിക്കുന്നു. നിലവിലെ ഇന്ത്യൻ സീനിയർ ദേശീയ ടീമിലും അണ്ടർ 17, അണ്ടർ 20, അണ്ടർ 23 ടീമുകളിലും കളിക്കുന്ന ഭൂരിഭാഗം താരങ്ങളും മിനർവയുടെ കളരിയിൽ നിന്ന് പയറ്റി തെളിഞ്ഞവരാണ്. ഇന്ത്യൻ ഫുട്ബോളിന്റെ വലിയ കണ്ടെത്തലുകളിൽ ഒന്നായ സഹൽ അബ്ദുൾ സമദ് മുതൽ മൻവീർ സിംഗ് വരെയുള്ള അനവധി പ്രമുഖ താരങ്ങളുടെ കരിയറിന് അടിത്തറയിട്ടത് മിനർവ നൽകിയ ആത്മവിശ്വാസമാണ്. ഒരു സ്വകാര്യ അക്കാദമിക്ക് എങ്ങനെ രാജ്യത്തിന്റെ ഫുട്ബോൾ ഭാവി മാറ്റിമറിക്കാം എന്നതിന്റെ ജീവിക്കുന്ന തെളിവാണ് ഇന്ന് രഞ്ജിത്ത് ബജാജിന്റെ ഈ പോരാട്ടം. മിനർവ അക്കാദമിയുടെ ഇത്തവണത്തെ തകർപ്പൻ മുന്നേറ്റത്തിന്റെ വഴികൾ പരിശോധിച്ചാൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ വൻ ആധിപത്യമാണ് അവർ കാഴ്ചവെച്ചത്. ഇംഗ്ലണ്ടിൽ നിന്നുള്ള പ്രേപ് സ്കൂൾസ് പ്യൂമാസിനെ എതിരില്ലാത്ത 12 ഗോളുകൾക്കും
നോർവേയുടെ ലിറ്റസ്ട്രോം എസ്കെയെ 13-1 എന്ന സ്കോറിനും അവർ തകർത്തു വിട്ടു. ഗ്രൂപ്പ് ഘട്ടത്തിൽ അവസാന മത്സരത്തിൽ ആതിഥേയരായ സ്വീഡന്റെ സുർഡെ ISFK ടീമിനെ എതിരില്ലാത്ത 16 ഗോളുകൾക്ക് തകർത്താണ് മിനർവ നോക്കൌട്ട് റൗണ്ടിലേക്ക് കടന്നത്. തുടർന്ന് നടന്ന പ്ലേ ഓഫ് മത്സരത്തിൽ കെനിയയിൽ നിന്നുള്ള ലെഗസി അക്കാദമിയെ 6-2 എന്ന സ്കോറിനും മറികടന്നു. നോക്കൌട്ട് ഘട്ടങ്ങളിലും ഈ ഗോൾ വേട്ട തുടരുകയാണ് ഉണ്ടായത്. പ്രീ ക്വാർട്ടറിൽ ഫ്രഞ്ച് ക്ലബായ OFC ക്യൂറോൺസിനെ 17-1 എന്ന കൂറ്റൻ സ്കോറിനാണ് മിനർവ തകർത്തത്. തുടർന്ന് നടന്ന ക്വാർട്ടർ ഫൈനലിൽ സൗത്ത് അമേരിക്കൻ ശക്തികളായ ബൊളീവിയയുടെ കാഞ്ചരിൻഡോസ് FCയെ എതിരില്ലാത്ത 8 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ടൂർണമെന്റിൽ മിനർവ ഏറ്റവും കടുത്ത പോരാട്ടം നേരിട്ടത് സെമി ഫൈനലിലായിരുന്നു. ഉക്രൈന്റെ FC ലോക്കോമോട്ടീവ് കീവിനെതിരെ ഒടുവിൽ 3-2 എന്ന സ്കോറിന് വിജയിച്ചാണ് ടീം ഫൈനൽ ടിക്കറ്റ് ഉറപ്പിച്ചത്. ആവേശം വാനോളം ഉയർന്ന ഫൈനൽ പോരാട്ടത്തിൽ ഫുട്ബോൾ വമ്പന്മാരായ ബ്രസീലിന്റെ RS സ്പോർട്സ് യെല്ലോ ടീമിനെ 2-1 എന്ന സ്കോറിന് തകർത്താണ് മിനർവ അക്കാദമി ചാമ്പ്യന്മാരായത്. മത്സരത്തിന്റെ 10-ാം മിനിറ്റിൽ തന്നെ തങ് സങ് ലെൻ കിപ്കൺ ഇന്ത്യക്കായി ആദ്യ ഗോൾ നേടി. തുടർന്ന് ബ്രസീൽ സമനില പിടിച്ചെങ്കിലും മത്സരത്തിന്റെ 49-ാം മിനിറ്റിൽ ലഭിച്ച നിർണായക ഫ്രീ കിക്ക് ഗോളിലൂടെ മെഖാംഗ്രാവ് ലോങ്ഗ്രെ ഇന്ത്യക്ക് അവിസ്മരണീയമായ വിജയം സമ്മാനിച്ചു. ടൂർണമെന്റിലുടനീളം മിന്നുന്ന പ്രകടനം നടത്തിയ തങ് സങ് ലെൻ കിപ്കൺ ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ മാത്രം 6 ഗോളുകൾ നേടിയിരുന്നു. ബ്രസീലിനെ പോലുള്ള ഫുട്ബോൾ വമ്പന്മാരെ തോൽപ്പിക്കുക എന്നത് ഏതൊരു ഏഷ്യൻ രാജ്യത്തിനും കൗമാര തലത്തിൽ പോലും സ്വപ്നം മാത്രമായിരുന്ന കാലത്താണ് അനായാസമായ പാസുകളിലൂടെയും തന്ത്രപരമായ ആക്രമണങ്ങളിലൂടെയും ഇന്ത്യ അവരുടെ ഗോൾ വല കുലുക്കിയത്. ഈ വിജയങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ പാഠം നമ്മുടെ കുട്ടികൾക്ക് സാങ്കേതികമായി യാതൊരു കുറവുമില്ല എന്നതാണ്. ശരിയായ രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ശരിയായ ഭക്ഷണക്രമവും അന്താരാഷ്ട്ര തലത്തിലുള്ള പരിചയ സമ്പത്തും ലഭിച്ചാൽ ലോകത്തിലെ ഏത് വമ്പന്മാരെയും കീഴ്പ്പെടുത്താൻ ഇന്ത്യക്കാർക്ക് സാധിക്കുമെന്ന സത്യമാണ് മിനർവ അക്കാദമി ലോകത്തിന് മുന്നിൽ തെളിയിച്ചിരിക്കുന്നത്. 2034 ഫിഫ ലോകകപ്പ് ലക്ഷ്യമാക്കുമ്പോൾ അതിലേക്ക് ഇന്ത്യക്ക് ഒരു പാലമായി മാറുന്നത് ഈ അണ്ടർ 12, അണ്ടർ 15 കുട്ടികളാണ്. 8 വർഷത്തിനു ശേഷം 2034 എത്തുമ്പോൾ ഇന്ന് യൂറോപ്യൻ കിരീടങ്ങൾ വാരുന്ന ഈ 12 വയസ്സുകാർ തങ്ങളുടെ കരിയറിന്റെ ഏറ്റവും ഉന്നതിയിലുള്ള 20-22 വയസ്സുള്ള യുവ തുർക്കികളായി മാറും. ലോകത്തിലെ ഏറ്റവും മികച്ച അക്കാദമികളോട് ഏറ്റുമുട്ടി ജയിച്ച പരിചയ സമ്പത്തുമായി അവർ സീനിയർ തലത്തിലേക്ക് ഉയരുമ്പോൾ അവർക്ക് മുന്നിൽ ലോകകപ്പ് യോഗ്യത എന്നത് കേവലം ഒരു സ്വപ്നമായിരിക്കില്ല, മറിച്ച് കയ്യെത്തി പിടിക്കാവുന്ന ഒരു യാഥാർത്ഥ്യമായിരിക്കും. തോൽവിയുടെ ഭാരമില്ലാതെ ജയിക്കാൻ മാത്രം പഠിച്ച ഒരു പുതിയ തലമുറയെയാണ് രഞ്ജിത്ത് ബജാജ് വാർത്തെടുക്കുന്നത്. പരമ്പരാഗതമായി ഇന്ത്യൻ ഫുട്ബോൾ നേരിട്ടിരുന്ന മാനസികമായ ഭയം ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് ഉണ്ടാകില്ല. അന്താരാഷ്ട്ര തലത്തിൽ എതിരാളികളോട് നേർക്കുനേർ പോരാടാൻ ഈ കുട്ടികളെ പ്രാപ്തരാക്കുന്നത് അവർ ചെറുപ്പത്തിലെ നേടിയ ഇത്തരം വൻ വിജയങ്ങളാണ്. രഞ്ജിത്ത് ബജാജ് നടത്തുന്ന ഈ ഒറ്റയാൾ പോരാട്ടം കേവലം മൈതാനങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. ഇന്ത്യൻ ഫുട്ബോൾ അഡ്മിനിസ്ട്രേഷനിലെ അഴിമതികൾക്കും അനീതികൾക്കുമെതിരെ ഉറച്ച ശബ്ദത്തോടെ സംസാരിക്കുന്ന ചുരുക്കം ചില വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം. ഫുട്ബോൾ ഭരിക്കേണ്ടത് രാഷ്ട്രീയക്കാരല്ല, മറിച്ച് കളിയെ സ്നേഹിക്കുന്നവരും കായിക താരങ്ങളുമാണെന്ന് അദ്ദേഹം നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്വന്തം കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ ഇന്ത്യക്ക് വേണ്ടി മാത്രമായി ഒരു അക്കാദമി മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത് രാജ്യത്തോടുള്ള അടങ്ങാത്ത സ്നേഹവും ഫുട്ബോളിനോടുള്ള ഭ്രാന്തമായ അഭിനിവേശവുമാണ്. സയന്റിഫിക് ആയ ഫിറ്റ്നസ് ട്രെയിനിങ്, യൂറോപ്യൻ ശൈലിയിലുള്ള തന്ത്രപരമായ പരിശീലനം, കൃത്യമായ ഡയറ്റ് പ്ലാൻ എന്നിവയെല്ലാം ഒത്തുചേരുമ്പോൾ മിനർവയിലെ ഓരോ കളിക്കാരനും ഒരു ലോകോത്തര അത്ലറ്റായി മാറുന്നു. ഇത്തരം ഒരു കണിശമായ അന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികൾക്ക് ഭാവിയിൽ ലോകത്തിലെ പ്രമുഖ യൂറോപ്യൻ ലീഗുകളിൽ പോലും കളിക്കാൻ സാധിക്കുമെന്നതിൽ സംശയമില്ല. ഇന്ത്യൻ ഫുട്ബോളിന്റെ ഭാവി ഇരുളടഞ്ഞതാണെന്ന് പറഞ്ഞ് നിരാശരായിരുന്ന ദശലക്ഷക്കണക്കിന് ആരാധകർക്കാണ് മിനർവ അക്കാദമിയുടെ മുന്നേറ്റം ഒരു വെളിച്ചമായി മാറിയത്. നമ്മുടെ നാട്ടിൽ കഴിവുകൾക്ക് പഞ്ഞമില്ല, എന്നാൽ ആ കഴിവുകളെ ചെറുപ്പത്തിലെ കണ്ടെത്തി ചെത്തിമിനുക്കാൻ രഞ്ജിത്ത് ബജാജിനെ പോലുള്ള ആളുകളാണ് നമുക്ക് വേണ്ടത്. മിനർവ കാണിച്ചു തന്ന ഈ വഴി പിന്തുടരാൻ മറ്റ് അക്കാദമികളും തയ്യാറായാൽ, അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകിയാൽ ഇന്ത്യയുടെ ഫുട്ബോൾ സ്വപ്നങ്ങൾ വളരെ വേഗത്തിൽ യാഥാർത്ഥ്യമാകും. വരും വർഷങ്ങളിൽ മിനർവയുടെ കൂടുതൽ ബ്രാഞ്ചുകൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വരികയും ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് സൗജന്യ പരിശീലനം ലഭിക്കുകയും ചെയ്യുന്നതോടെ ഇന്ത്യ ലോക ഫുട്ബോളിലെ ഒരു മഹാശക്തിയായി മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഏതൊരു വലിയ യാത്രയും തുടങ്ങുന്നത് ഒരു ചെറിയ ചുവടുവെപ്പിൽ നിന്നാണ്. അങ്ങനെയെങ്കിൽ ഫിഫ ലോകകപ്പ് എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ വെച്ച ഏറ്റവും ശക്തമായ ചുവടുവെപ്പാണ് മിനർവ അക്കാദമിയുടെ ഈ യൂറോപ്യൻ വിജയങ്ങൾ. ബ്രസീലിനെയും ഇംഗ്ലണ്ടിനെയും പോലുള്ള വമ്പന്മാരുടെ നെഞ്ചിലേക്ക് അടിച്ചു കയറ്റിയ ഓരോ ഗോളുകളും ഇന്ത്യയുടെ ഭാവിക്കുള്ള അടിത്തറയാണ്. ഈ കുട്ടിപ്പട്ടാളത്തിന്റെ കാലുകളിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഭദ്രമാണ്. രഞ്ജിത്ത് ബജാജ് എന്ന ദീർഘദർശിയുടെ കഠിനാധ്വാനവും മിനർവ അക്കാദമി എന്ന വിപ്ലവ പ്രസ്ഥാനവും കൂടെയുള്ളപ്പോൾ
ഇന്ത്യൻ ഫുട്ബോളിന്റെ ഭാവി ശോഭനമാണെന്ന് മാത്രമല്ല, അത് നമ്മെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുമെന്നും ഉറപ്പിച്ചു പറയാം. 2034 ലോകകപ്പിന്റെ പുൽമൈതാനിയിൽ ഇന്ത്യൻ ദേശീയ ഗാനം മുഴങ്ങിക്കേൾക്കുന്ന ആ ചരിത്ര നിമിഷത്തിനായി നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. കാരണം സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ച മിനർവ അക്കാദമി അത് സത്യമാക്കാനും നമുക്ക് മുന്നിൽ വഴി കാണിച്ചു തരുന്നുണ്ട്. എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? എന്തായിരുന്നാലും കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.